സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, സമത്വസുന്ദരമായ ലോക നിർമ്മിതിക്കായുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഒരു സഖാവിൻ്റെ ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയാണിത് സഖാക്കളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സഖാവ് കൂടി രക്തസാക്ഷിയായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പ്രദേശത്തെ പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്നു പ്രിയ സഖാവ് സത്യനാഥ്. പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് സഖാവ് സത്യനാഥിനെ വെട്ടി കൊലപ്പെടുത്തിയത്. അത്യന്തം ഹീനവും മനുഷ്യത്വരഹിതവുമായ കൊലപാതകത്തിലെ ഒരു പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിൽ പങ്കുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കേണ്ടതുണ്ട്. പ്രിയ സഖാവിൻ്റെ സ്മരണ നമ്മുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയെക്കുറിച്ചുള്ള അറിവ്, അതറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാനുള്ള വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും കോടതി പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശ നിയമത്തെ ലംഘിക്കുന്നതാണെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് കൃത്യമായ നിലപാട് എടുത്ത പാർട്ടിയാണ് CPIM. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടിനെ അന്ന് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPIM അതിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ഈ തെറ്റായ നിലപാടിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. CPIM മാത്രമാണ് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിൽ രജിസ്റ്റർ ചെയ്ത് പണം സ്വരൂപിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാർട്ടി CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളുമാണ് എന്ന് വളരെ വ്യക്തതയോടുകൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. 2016 നോട്ട് നിരോധനത്തിന് ശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് നിയമ ഭേദഗതികൾ വരുത്തി കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. 2017 ധനനിയമം, ജനപ്രാതിനിധ്യ നിയമം, വിദേശ സംഭാവന നിയന്ത്രണ നിയമം, റിസർവ് ബാങ്ക് നിയമം, ആദായ നികുതി നിയമം എന്നിവ എല്ലാം തിരക്കിട്ട് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇതിന് കളമൊരുക്കിയത്. ഈ ബോണ്ട് വഴി ഇതുവരെ ലഭിച്ച സംഭാവനകളിൽ ഏതാണ്ട് 75-80% BJPക്കാണ് ലഭിച്ചത് എന്ന് നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് ഈ സംഭാവന ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇതൊന്നും എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഴിമതി സംവിധാനത്തിന് കളമൊരുക്കുന്ന
ധനസമാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഉണ്ടാക്കാൻ BJP പോലുള്ള പാർട്ടികൾക്ക് സാധിച്ചത് എന്നതിന് വേറെ ഒരു തെളിവും പ്രത്യേകമായിട്ട് ഹാജരാക്കേണ്ടതില്ല. കോടതി തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 2017 മുതൽ 2023 വരെ ഉള്ള കാലയളവിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ആകെ സമാഹരിച്ച പണത്തിലൊരു സിംഹഭാഗവും, അതായത് 6566 കോടി രൂപയാണ് BJPക്ക് മാത്രം ലഭിച്ചത് എന്ന് സുപ്രീം കോടതിയുടെ തന്നെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുറത്തു വന്ന വിവരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഏതാണ്ട് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി 1123 കോടി രൂപയാണ് അവരും സമാഹരിച്ചത്. നിലവിലുള്ള നയമങ്ങൾ മാറ്റിമറിച്ച് വലിയ അഴിമതിക്ക് വേണ്ടി BJP കളമൊരുക്കിയിട്ടുള്ളതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ഇപ്പോഴെല്ലാവരും അംഗീകരിക്കുന്നു. സുപ്രീം കോടതി അത് കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വന്നപ്പോഴാണ് അതിനെതിരായിട്ട് ഇപ്പോഴും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് എതിർക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോർപ്പറേറ്റ് ഭീകരന്മാർക്ക് രാജ്യത്തെ നിയന്ത്രിക്കാനുള്ള അവസരമൊരുക്കാൻ വേണ്ടിയാണ് ബോണ്ട് സംവിധാനം BJP കൊണ്ടുവന്നത് എന്നെല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ് തുടർന്നു വന്ന സാമ്പത്തിക നയത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിൽ തന്നെയാണ് കർഷകരുടെ വലിയ പോരാട്ടം ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന മേഖലയിൽ ഉൾപ്പെടെ വലിയ ജനകീയ മുന്നേറ്റം പോലെ കർഷക സമരം അലയടിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ദില്ലി ചലോ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും, കൃഷിക്കാരെയാകെ പോലീസ് ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെയാണ് നേരിട്ടത്. അതിൻ്റെ ഭാഗമായി ഒരു യുവകർഷകൻ കൊല്ലപ്പെടുകയുണ്ടായി. പോലീസിൻ്റെ കടന്നാക്രമണത്തിന് വിധേയപ്പെട്ട് കൊലയ്യപ്പെട്ട ആ യുവ കർഷകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പോലീസുമായി ശക്തിയായ രീതിയിലുള്ള സമര പോരാട്ടത്തിൻ്റെ ഘട്ടത്തിലാണ് പോലീസ് അവർക്കെതിരായി വെടിവെക്കുകയും ടിയർ ഗ്യാസ് സെൽ ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായ രീതിയിലുള്ള അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 18 മുതൽ അതിർത്തിയിൽ സമരം തീവ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കർഷക ജനവിഭാഗങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ സമരം നയിക്കുകയും ചെയ്യുന്ന നിലയാണ് തുടരുന്നത്. വെടിവെച്ച് കൊല്ലുന്നത് കൊണ്ടൊന്നും, അല്ലെങ്കിൽ സമര മധ്യത്തിൽ വീണ് മരിക്കുന്ന പശ്ചാത്തലമുണ്ടായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല. കർഷകൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടവും സമരവും തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കർഷകർക്ക് നേരെ വെടിയുതിർത്ത പോലീസുകാർക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഹരിയാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കർഷക സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത്. കർഷകരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവർക്കെതിരായിട്ട് ശത്രു സൈന്യത്തെ പോലെ കടന്നാക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന നിലപാടിനെതിരായി ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് കർഷക ജനവിഭാഗങ്ങൾ BJP സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് BJPയെ താഴെ ഇറക്കാൻ തീർച്ചയായിട്ടും ഈ ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്
ഇത്ര ആവേശകരമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായ ഒരവസ്ഥ ഇതിന് മുമ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ പാർട്ടിക്കെതിരായി, ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണങ്ങൾ അതിൻ്റെ ആവനാഴിയിലുള്ള മുഴുവൻ അസ്ത്രവും ഉപയോഗിച്ച് കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ 23 ഉപതെരഞ്ഞെടുപ്പുകൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന ഒഴിവായിരുന്നു. ആ കോർപ്പറേഷനിൽ വെള്ളാർ വാർഡിൽ BJPയിൽ നിന്ന് ഉജ്ജ്വലമായ വിജയത്തിലൂടെ LDF ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കാണിക്കുന്നത്. ഇതുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ 2 BJP സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന LDFന് ഈ 23 സീറ്റിൽ UDFൻ്റെയും BJPയുടെയും നല്ല രീതിയിലുള്ള വിജയം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 സീറ്റ് 10 സീറ്റാക്കി ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ചുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ജനങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ടും കേരളത്തിൻ്റെ വികസന പ്രക്രിയയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ജനങ്ങൾക്ക് ശരിയായ ദിശാബോധത്തോടെ കാട്ടിക്കൊടുത്തുകൊണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ കരുത്തിനെയും നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ഉയരത്തിലേക്ക് എത്തിക്കാൻ ഫലപ്രദമായ ശ്രമം വേണ്ട സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല വിജയം, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ നേടാനായത് എന്നുള്ളത് എന്ത് പ്രചരണം നടത്തിയാലും, എത്ര കള്ളപ്രചാരവേല നടത്തിയാലും ആ കള്ളപ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, UDF എന്ന രീതിയിലല്ല, കോൺഗ്രസ് എന്ന നിലയിൽ തന്നെ അവരൊരു പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രചരണമാണ് മാധ്യമങ്ങൾ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള അവരുടെ പരിപാടി, കോൺഗ്രസ്സുകാർ അതിന് കൊടുത്ത പേര് സമരാഗ്നി എന്നാണ്. അപ്പോൾ സമരാഗ്നിയുടെ ഭാഗമായിട്ട് സാധാരണ ജാഥ ലീഡർമാരെല്ലാം ഇതേവരെ കണ്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രമുഖ നേതാവായിരിക്കും. പക്ഷേ കോൺഗ്രസ്സുകാരെ സമരാഗ്നി വന്നപ്പോൾ അത് KPCC പ്രസിഡന്റ് മാത്രം പോരാ, പ്രതിപക്ഷ നേതാവ് കൂടി വേണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരട്ട നേതൃത്വത്തെ തീരുമാനിച്ചത്. അവർ തമ്മിൽ ആദ്യം മുതൽ അവസാനം വരെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച പരസ്യപ്പെട്ട കാര്യങ്ങൾ, പച്ച തെറി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് കോൺഗ്രസിന് തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം കേരളം മാത്രമല്ല, ലോകം മുഴുവനുള്ള മലയാളികൾ അവരുടെ തന്നെ ഭാഷയിൽ പദാവലിയിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് ഒരു ജനതയുടെ സാംസ്കാരിക അവബോധവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അതിൻ്റെ ഭാഷ അടയാളപ്പെടുത്തുന്ന രീതി. സുധാകരൻ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. നിരവധി പ്രാവശ്യം സാംസ്കാരിക ശൂന്യമായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയെല്ലാം പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആവേശമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെ
പച്ച തെറി പറയുന്ന സാഹചര്യം വന്നത് സത്യം പറഞ്ഞാൽ സമരാഗ്നിയിൽ വെള്ളമൊഴിച്ചതുപോലെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങളിൽ വലിയ പിന്നോട്ടടി അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പരിപാടി അവരാഗ്രഹിക്കുന്നത് പോലെ വിജയിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല, അത് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുന്ന സ്ഥിതിയേക്കാളും മോശപ്പെട്ട അവസ്ഥയാണ് നടത്തിയപ്പോൾ വന്നു ചേർന്നത് എന്ന് അവർ തന്നെ ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പുലർത്തേണ്ടുന്ന മാന്യതയും മര്യാദയും പുലർത്താനാവുന്നില്ല അവർക്ക് എന്ന് തന്നെയാണ് അവരിൽ കൂടി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴ് KPCC പ്രസിഡൻറ്റിനെ തന്നെ ഒതുക്കി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം തന്നെ നടക്കുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അതിജാഗ്രതയോടെ ആവേശത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആവേശം കേരളത്തിൽ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 നിയോജക മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ, ഭരണതന്ത്രങ്ങളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം ഏറ്റവും സജീവമായിട്ട് അതിന് നേതൃനിരയിൽ തന്നെ പ്രവർത്തിച്ച സഖാക്കളും നേതാക്കളുമാണ് പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു തർക്കവും പ്രശ്നവും ഇല്ലാതെ വളരെ ഫലപ്രദമായി കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്റർ, കണ്ണൂർ സഖാവ് MV ജയരാജൻ, വടകര KK ശൈല ടീച്ചർ, വയനാട് ആനി രാജ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, തൃശ്ശൂർ VS സുനിൽകുമാർ, ആലത്തൂർ K രാധാകൃഷ്ണൻ, പാലക്കാട് A വിജയരാഘവൻ, ചാലക്കുടി C രവീന്ദ്രനാഥ്, എറണാകുളം KJ ഷൈൻ ടീച്ചർ, ഇടുക്കി ജോയിസ് ജോർജ്, കോട്ടയം തോമസ് ചാഴിക്കാടൻ, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട തോമസ് ഐസക്, കൊല്ലം മുകേഷ്, മാവേലിക്കര CA അരുൺകുമാർ, ആറ്റിങ്ങൽ V ജോയി, തിരുവനന്തപുരം പന്ന്യൻ രവീന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ മേഖലയിൽ, ഭരണമേഖലയിൽ ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് തെളിവ് ജനങ്ങളുടെ മുമ്പിൽ തന്നെ തെളിവായിട്ട് അവരുടെ പ്രവർത്തനത്തെ കാണാൻ സാധിക്കുന്ന നേതൃനിരയെയാണ് യഥാർത്ഥത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഈ 20 നേതാക്കൾക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, അതിൻ്റെ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.